ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയെ കാണാതായിരിക്കുകയാണ് കേട്ടോ. നന്ദുവിനെ കാണാനായിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം നന്ദു വളരെ ദേഷ്യത്തോടു കൂടി അനിയോട് പെരുമാറുന്നുണ്ട്. അതിനൊക്കെ ശേഷം പിന്നെ അനിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല കേട്ടോ. നേരം വിളിക്കുമ്പോൾ എല്ലാവരും വിളിക്കുമ്പോഴും അനിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അങ്ങനെ അനിയെ കാണാതായി ആകെ സംഘർഷത്തിലാകുകയാണ് അനന്തപുരി. അതേസമയം നന്ദുവും അതുപോലെ മറ്റുള്ളവരും എല്ലാം അനിയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക. പക്ഷെ അനിയെക്കുറിച്ചിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദുവിന് തന്നെയാണ് ഒരു വിവരം ലഭിക്കുന്നത് കേട്ടോ. അനി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോഴേക്കും അങ്ങോട്ട് നന്ദുവും ആദർശും നയനയും ഒക്കെ ഓടിച്ചെല്ലാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അനിക്ക് സംഭവിച്ച ആ ആപത്തിനെ കുറിച്ചിട്ട് അവരറിയുന്നത്. എല്ലാവരും ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയാണെങ്കിൽ കാമുകനെ വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. നമുക്കൊരു പടത്തിന് പോകാം, ഒന്ന് കറങ്ങി നടക്കാം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ജാനകി ചോദിക്കുക, എന്താ അനാമിക മോളെ, അനിയെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലല്ലോ, നീ അനിയെ വിളിച്ചിരുന്നോ എന്നൊന്ന് ചോദിക്കുമ്പോൾ പറയാം, അവൻ എവിടെയും പോയി കാണും, ആ നന്ദുവിൻ്റെ ഒപ്പം കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടാവും, അല്ലാതെ അവൻ എവിടെ പോകാനാ, അവളെ കാണാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ടാവും എന്ന് പറയാണ്. എന്നിട്ടാണ് അനാമിക നമ്മുടെ വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ അനിയെക്കുറിച്ചൊരു വിവരവും ഇല്ല, അവൻ എവിടെ പോയതാണെന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്ന് പറയാം. അപ്പം വേണു പറയാം, അവൻ എവിടെയെങ്കിലും പോട്ടെ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഇനി അവൻ എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല, ഒരു വിഷമവും ഇല്ല. പക്ഷേ അവൻ ആ നന്ദുവിൻ്റെ കൂടെ പോകാൻ പാടില്ല, അതെനിക്ക് താല്പര്യമില്ല. അച്ഛനൊന്ന് സ്റ്റേഷൻ വരെ ചെന്ന് നോക്കിക്കേ, നന്ദു അവിടെ ഉണ്ടോയെന്ന്. അവൾ അവിടെ ഉണ്ടെങ്കിൽ അവൻ അവളുടെ കൂടെ അല്ലെന്ന് വിചാരിക്കാമല്ലോ എന്ന് പറയാം. അപ്പം വേണുവാണെങ്കിൽ ആ ശരി ഞാൻ പോയി നോക്കാം എന്നുള്ള രീതിയിൽ രാത്രി തന്നെ ഇറങ്ങാം. അപ്പം ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് കേട്ടോ, ദേ നിങ്ങൾ അവളുടെ വാക്ക് കേട്ട് ഈ രാത്രിയിൽ വേഷം കെട്ടി ഇറങ്ങാനൊന്നും പോകണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ നന്ദുവിൻ്റെയും കൂട്ടരുടെയും കയ്യിലെങ്ങാനും നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം, അതുകൊണ്ട് പോകണ്ടെന്ന് പറയാം. പക്ഷെ വേണു പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയി നോക്കും, മോള് പറഞ്ഞിട്ടല്ലേ, ആ വിവരമൊന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പം നന്ദുവിനെ കാണുക. നന്ദു അവിടുന്ന് ജീപ്പിൽ കയറി പോകുന്നത് കാണുക. അപ്പോൾ വേണുവിന് അങ്ങ് സമാധാനമാകാണ് കേട്ടോ. നന്ദുവിൻ്റെ കൂടെയല്ലല്ലോ അനിയെന്നൊക്കെ ഓർത്തിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാം, മോളെ നന്ദു ഇവിടെ സ്റ്റേഷനിലുണ്ട്, അവൻ കൂടെ ഇല്ല എന്ന് പറയുമ്പം അനാമിക പറയാണ്, ഓ എനിക്ക് അത് മാത്രം മതി, അവൻ വേറെ ആരുടെ കൂടെ എവിടെ പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷെ നന്ദു അവനും കൂടെ ഒന്നിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അനാമികയുടെ ദുഷിച്ച മനസ്സുകൊണ്ട് അനാമിക ഇങ്ങനെ പറയാം. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ഇനി അനിയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും അനിയെക്കുറിച്ചൊരു വിവരവും ഇല്ല. ആകെപ്പാടെ എല്ലാവർക്കും വ്യയവലാതി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ജാനകി പറയുന്നത്, അവൻ ആ നന്ദു അവൾ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. സ്റ്റേഷനിൽ അവൻ ഭ്രാന്ത് പിടിച്ച് ചെന്നപ്പം അവൾ അവനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, അതുകൊണ്ട് അവന് മനസ്സിന് ആ വിഷമം ഉണ്ടായിട്ട് അവൻ മാറി നിൽക്കുന്നത് എന്ന് പറയുമ്പം ഉടനെ നയന പറയുന്നുണ്ട്, അങ്ങനെയല്ല ഇളയമ കാര്യങ്ങൾ, അനി മോശമായിട്ട് മദ്യപിച്ച് സ്റ്റേഷനിൽ തെരുതെരെ ചെന്ന് നന്ദുവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ അവൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് അവൾ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിനിപ്പം അനി അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പം അജയും പറയുന്നുണ്ട് കേട്ടോ, അതെ അതുകൊണ്ടൊന്നും അല്ല അവൻ പിണങ്ങിപ്പോയത്, അവൻ്റെ ജീവിതം നശിച്ചു പോയി, അവന് പറ്റുന്ന ഒരു പെണ്ണല്ലായിരുന്നു അനാമിക, അവളെ വിവാഹം കഴിച്ചതോടുകൂടി അവൻ്റെ മനസ്സ് തകർന്നു പോയി, അവൻ്റെ ജീവിതമേ കൈവിട്ട് പോയ പോലെ അവന് തോന്നി, അതുകൊണ്ട് ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അനാമിക ചാടി വീഴാണ്, ഓഹോ അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് കുറ്റം, ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാൻ എങ്ങോട്ട് ചാടിപ്പോയില്ലല്ലോ, അവനല്ലല്ലോ പോകേണ്ടത്, ഞാനല്ലേ പോകേണ്ടത്, അവൻ എന്നോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ പകരം എന്തെല്ലാം ചെയ്താലാ ഞാൻ, എന്നിട്ടും ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കല്ലേ, അവനല്ലേ വിവാഹശേഷവും കാമുകിയുടെ പുറകെ കറങ്ങി നടക്കുന്നതും കാമുകി ചെന്ന് രാത്രിയിൽ കാണുന്നതും ഒക്കെ, അതിൻ്റെ പേരിൽ ഞാനല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത്, ഇപ്പം വാദി പ്രതിഭായ പോലെ ആയോ എന്ന് അജയനോട് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലകുല പറയാതെ, അങ്ങനെയൊക്കെ കുടുംബജീവിതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ പേരിൽ പിണങ്ങി ഇറങ്ങി പോവുകയും വഴക്കുണ്ടാക്കുകയും മദ്യപിച്ച് നടക്കുകയൊക്കെ ചെയ്താൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇതിപ്പോൾ അനി ചെയ്തത് ശരിയായ കാര്യമൊന്നുമല്ല, എന്തിനാ അനി നന്ദുവിൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്,
നന്ദു ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ആളല്ലേ, അവിടെ ചെന്ന് ആ കുട്ടിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? അപ്പോൾ അവൾ മോശമായിട്ട് പെരുമാറിയില്ലെങ്കിലേ അതിശയുള്ളൂ. അവനെ പിടിച്ച് ലോക്കപ്പിൽ ഇടേണ്ടതായിരുന്നു. അതിൻ്റെ വിഷമം കൊണ്ടാണോ അവൻ പോയത് എന്ന് മുത്തശ്ശൻ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അതിൻ്റെ വിഷമം കൊണ്ടൊന്നും ആയിരിക്കില്ല അവൻ പോയത്. അവന് തിരിച്ചിവിടെ അനന്തപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അനാമികയോടൊപ്പമുള്ള ജീവിതം അവൻ മടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ പോയതെന്ന് പറയാം. അപ്പം അനാമിക പറയാണ്, ഓഹോ, അപ്പം വല്യമ്മയും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഞാനാണ് ഇവിടെ ഒരു അധികപ്പറ്റ്. വല്യമ്മയ്ക്ക് ഇപ്പം മരുമകൾ എന്തൊക്കെയോ ഓതി തന്നിട്ടുണ്ട്. ഇനിയിപ്പം മരുമകളുടെ അനിയത്തിയെ കൂടി എനിക്ക് പകരം ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനത്തെ വർത്തമാനം പറയുന്നതെന്ന് പറയാം. അപ്പം ജാനകി പറയാണ്, ദേ വെറുതെ ആരും അനാമിക മോളെ കുറ്റപ്പെടുത്തണ്ട. അനാമിക മോളാണെങ്കിൽ അനിയെ കാണാത്ത വിഷമത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിവിടെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള മോളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കുന്നത് ശരിയല്ല. അനി എവിടെയാണെന്ന് അന്വേഷിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എൻ്റെ കുഞ്ഞ് എവിടെയാണോ? വാ, എന്ത് പറ്റി വാ, എനിക്ക് ഓർക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ അബി, നീ വകല്ലോ അറിഞ്ഞോ? അനിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? അപ്പം അബി പറയാ, അവനെതിലേലും കറങ്ങി തിരിച്ച് വല്ലോ കൂട്ടുകാരുടെയും വീട്ടിലൊക്കെ കാണുമെന്നേ, അല്ലാതെ അവൻ എവിടെ പോകാനാ? അപ്പോൾ ജലജ പറയാം, എടാ ഇത് ഇത്തിരി പ്രശ്നം മോശമാണെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പും അവൻ മദ്യപിച്ച് നടക്കുകയും കൂട്ടുകാരുടെ വീടുകളിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അവൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. അനാമികയുമായിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ കൂടെ നന്ദു ഇല്ലാതെ അവന് ജീവിക്കാൻ വയ്യെന്നുള്ള അവസ്ഥയായി. നന്ദുവും വീട്ടുകാരും ആണെങ്കിൽ ഒരു തെല്ലടുക്കൊന്നുമില്ല. അങ്ങനെയായപ്പോൾ അവൻ ആകെ തളർന്നു പോയിട്ടുണ്ടാവും. പിന്നെ ആ സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നന്ദു അവനോട് മോശമായിട്ട് പെരുമാറിയെന്നാണ് പറഞ്ഞത്. അവൻ അതോടുകൂടി ഇറങ്ങിപ്പോയി. ഇനി വല്ല കടുങ്കയും ചെയ്യുന്നോന്നേ എനിക്ക് സംശയമുള്ളൂ എന്ന് പറയുക. അപ്പോൾ അബി പറയാ, ഓ എന്ത് കടുങ്കൈ ചെയ്യാനാ, അവനൊന്നും അങ്ങനെയൊന്നും ചെയ്യല. ഇനി ചെയ്താലും അങ്ങ് ചെയ്യട്ടെ, നമുക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഉണ്ടോ? അപ്പോൾ ജാനകി പറയാം, ഏയ് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുമുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണെങ്കിൽ നമ്മുടെ ആദർശ നയനയും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ അനിയെക്കുറിച്ചിട്ടൊരു വിവരവും ഇല്ലല്ലോ. നന്ദുവിനെ ഞാൻ ഇപ്പോഴും വിളിച്ചു, അവളും ആകെ ടെൻഷനിലാണ്. അവൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സൈബർ സെല്ല് വഴിയൊക്കെ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഫോൺ ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. പിന്നെ അത് ഒരു വിവരവും ഇല്ല. എപ്പോഴെങ്കിലും ഓണായാൽ അവർക്ക് വിവരങ്ങൾ കിട്ടും, അവരറിയിക്കാമെന്ന് ആദർശേട്ടാന്ന് പറഞ്ഞതെന്ന് പറയുമ്പം ആദർശം പറയാം, ശരിയാ, ഞാനും വിളിച്ചായിരുന്നു നന്ദുവിനെ. അപ്പം നന്ദു പറഞ്ഞത് അവൾ ഇതുവരെ സ്റ്റേഷനിലുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, അനി എവിടെ പോയാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറഞ്ഞതെന്ന് പറയണം. അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് നയന, ആദർശേട്ടാ അവൻ്റെ ഒരു ഫ്രണ്ടില്ലായിരുന്നു, ഒരു രാകേഷ്, നന്ദുവിൻ്റെയും അനിയുടെയും ഒരു കോമൺ ഫ്രണ്ട്. അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇനി എന്തെങ്കിലും വിഷമത്തിൻ്റെ പേരിൽ പിണക്കം കൊണ്ടോ മറ്റോ അവരുടെ ഒപ്പം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം ആദർശേട്ടാന്ന് പറയാണ്. അങ്ങനെ ആദർശ് ആ ഫ്രണ്ടിനെ വിളിക്കുകയാണ് കേട്ടോ, രാകേഷിനെ. അപ്പോൾ രാകേഷ് പറയുന്നുണ്ട്, ഇല്ല എൻ്റെ കൂടെ ഇല്ല അനി, ഞാൻ അവനെ ഇന്നലെ കണ്ടതാണ്, പിന്നെ അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഫോൺ വിളിച്ചിട്ടും ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ രാകേഷെ അറിയിക്കണം, അനിയെ ഇങ്ങനെ കാണാനില്ലെന്ന് പറയാം. അപ്പോൾ അയാളും ചോദിക്കുന്നുണ്ട്, അയ്യോ അനിയെ കാണാനില്ല, അതെന്താ? അവൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമിച്ച് നടക്കുമായിരുന്നു. നന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവന് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടോയെന്ന് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നത്, ശരി, വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അറിയിച്ചാൽ മതി എന്ന് പറയാം. അതിനുശേഷം ആദർശ് വീണ്ടും നന്ദുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു എന്തെങ്കിലും വിവരം കിട്ടിയോ അനിയെക്കുറിച്ചിട്ട്? സമയം ദേ ഇത്രയായി, ഒരു വിവരവും ഇല്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്, എവിടെയാണ് പോയിരിക്കുന്നതെന്ന് അറിയയില്ലല്ലോ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാനും അവനെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അവൻ ആ നിമിഷം ആ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞു പോയി. ഇതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ പേരിൽ അവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എവിടെ പോയിരിക്കുക? നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല ആദർശേട്ടാന്ന് പറയുമ്പം അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അങ്ങനെ വരുള്ളൂ നന്ദു, അല്ലാതെ വേറൊരു രീതിയിലും വരികയല്ല. നന്ദുവും വിഷമിക്കാനൊന്നും പോകണ്ട, ഇതിൻ്റെ പേരിൽ നമുക്ക് അവനെ കണ്ടെത്താമെന്ന് പറയാം. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും നന്ദു രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കനക ചോദിക്കുകയാണ്, മോളെ ഇന്ന് നീ എന്താ നേരത്തെ പോകുന്നത്? ഇതിപ്പോൾ ഒരുപാട് വെളുപ്പിനെയാണല്ലോ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് അറിയില്ലേ കാര്യങ്ങൾ, അനിയെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല, എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു അന്വേഷണമാണത്. അവൻ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചതിന് ശേഷം പോയിട്ടാണ് പിന്നെ ഒന്നും അറിയാത്തത്. അതുകൊണ്ട് ഞാനും അതിന്
ഉത്തരവാദിയായെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് അനിയെ അന്വേഷിക്കണം, അനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. സൈബർ സെല്ലിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വിവരവും ഇല്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും ഒക്കെ വിവരങ്ങൾ അറിയിക്കണം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അപകടം പറ്റി കിടപ്പുണ്ടെങ്കിൽ ആ വിവരവും നമുക്ക് അറിയണ്ടേ. അതുകൊണ്ട് രാവിലെ പോയി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കിടന്നിട്ട് എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ കനകയും പറയാം, ശരിയാ മോളെ, നയനെ എന്നെ വിളിച്ചിരുന്നു, മോള് ചെല്ല്, അനി എവിടെയെങ്കിലും കാണും, മോള് വിഷമിക്കൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ നന്ദു സ്റ്റേഷനിൽ ചെല്ലുകയാണ്. സകല സ്ഥലത്തേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അതുപോലെ ബസ് സ്റ്റാൻഡിലും എല്ലാം ഉള്ള CCTV ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അനിയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു CCTVയിൽ അനിയുടെ ചിത്രങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഹോസ്പിറ്റൽ, ആ പ്രദേശത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും വിവരം കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത്ര വയസ്സുള്ള ഒരാളെ കാണാതായിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയോ മറ്റോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് പാസ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടിരിക്കുകയാണ്. നന്ദുവാണ് ആകെപ്പാടെ ടെൻഷനിലാണ്. അതേസമയം അനാമികയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ജാനകി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അനാമികയെ, നീ എവിടെ പോവാ മോളെ രാവിലെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാ, അതമ്മേ ഞാൻ വീട്ടിലേക്ക് പോവാണ്, അനിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാഞ്ഞിട്ട് എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല. ഇവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ സത്യമാണോ എന്നറിയില്ല. ആ നന്ദു അവളുടെ ചേരി നിൽക്കാനല്ലേ ഇവിടെ ആൾക്കാരുള്ളൂ. അവൾ കാരണം ഇപ്പം അനിക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാനേ ഇവിടെയുള്ളവരൊക്കെ ശ്രമിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് അച്ഛനെ കൊണ്ട് പരിചയക്കാരെക്കുറിച്ചൊക്കെ നല്ല രീതിയിലൊന്ന് അന്വേഷിക്കാം. അച്ഛൻ അറിയാവുന്ന കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പറയാം. നന്ദുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ജാനകിയും പറയാം, ശരിയാ മോളെ, നന്ദുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊന്നും പറ്റില്ല, അവളാ ഇതിനെല്ലാം പിന്നിൽ. ഇനി അവളെൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോന്ന് വരെ എനിക്ക് പേടിയാ. അധികാരം ഉണ്ടല്ലോ അവളുടെ കയ്യിൽ. സ്റ്റേഷനിൽ കയറി ചെന്നപ്പം അവൾ എന്തെങ്കിലും ചെയ്ത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ പറയാം. അപ്പോൾ അനാമിക പറയാം, പിന്നെ അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ വെറുതെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഞാൻ ഏതായാലും ചെന്നൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. പോകുന്ന വഴിക്ക് നേരെ വീട്ടിലോട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. അനാമിക പോയിട്ട് കാമുകനുമായിട്ട് പോയി ബീച്ചിൽ പോയിരുന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ആ അനിയെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല, വീട്ടിലെല്ലാവരും അന്വേഷിച്ച് ഓടി നടക്കുന്നുണ്ട്. ഇപ്പം 2 ദിവസം ആവുന്നു, അവൻ എവിടെയാണെന്നറിയില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അന്നതേ മറ്റവളെ ആ നന്ദുവിനെ കാണാൻ പോയതാ. പിന്നെ അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇതിപ്പോൾ ഏതായാലും നന്നായെന്നാ തോന്നുന്നത്. അപ്പോൾ അയാളും പറയാം, ആഹാ ഇനിയിപ്പോൾ അവൻ പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുമോ? നിൻ്റെ തലയിൽ വരുമോ? നിൻ്റെ പേരിൽ വല്ലോ കത്തോ ആത്മഹത്യക്കുറിപ്പോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുമോ? അപ്പോൾ അനാമിക പറയാം, അവൻ എന്ത് എഴുതി വെച്ചാലും എന്താ, ഞാൻ അവനെ എന്തു കുന്തം ചെയ്തെന്ന് അവൻ എഴുതി വെക്കാനാ? എവിടെയെങ്കിലും പോയി ചത്ത് തൊലഞ്ഞാൽ മതിയായിരുന്നു, ശല്യം അങ്ങ് ഇല്ലാതായേനെ. എനിക്ക് വിധവാന്നൊരു പരിവേഷം കിട്ടുമെന്നേ ഉള്ളൂ. സ്വത്തിൻ്റെ വീതവും അടിച്ചു മാറ്റി മര്യാദയ്ക്ക് പോയി വേറെ വിവാഹം കഴിക്കുകയും ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനും പറയാം, ശരിയാ, ഇതോടുകൂടി അവനങ്ങ് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് എത്ര പേരാ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്നത്. ഇതിപ്പം നിനക്ക് അങ്ങനെയൊന്നും 10 പൈസ മുടക്കാതെ കാര്യം കഴിഞ്ഞ് കിട്ടിയേനെ എന്നൊക്കെ അയാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാ, ആ വീട്ടിലാണ്ടേ എൻ്റെ അമ്മായിയമ്മയൊക്കെ ഇരുന്ന് കരയാണ്. അവരോർത്ത ഞാനിപ്പോൾ അവനെ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നല്ലേ. ഞാൻ അവനെ അന്വേഷിക്കാൻ ഇറങ്ങിയതൊന്നുമല്ല, എനിക്കും വേണ്ട ഒരു റിലാക്സേഷൻ. എനിക്ക് മനസ്സിന് കുറച്ച് സമാധാനമായി അവനെ കാണാനില്ലെന്ന് പരാതി വന്നപ്പോൾ. ശരിക്കും ആദർശും അതുപോലെ ആനന്ദപുരിയിലുള്ളവരും എല്ലാം ഒന്ന് വിഷമിക്കണം, അതെനിക്ക് കാണണം എന്നൊക്കെ അനാമിക പറയാം. എന്നിട്ടാണെങ്കിൽ വീട്ടിലേക്ക് പിന്നെയും ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേണുവും രേവതിയും അവിടെ ഉണ്ടല്ലോ, അവരോട് പറയുന്നുണ്ട്, അനിയെക്കുറിച്ചിട്ട് ഒരു വിവരമില്ല കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല, എന്തിനാ ഇനിയിപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ആ പൊകഞ്ഞ കൊള്ളി പുറത്ത്, എത്രയും പെട്ടെന്ന് ആ ശല്യം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വേണു പറയാണ്. അപ്പോൾ അനാമികയും പറയാണ്, ഞാനും ഇപ്പോൾ അന്വേഷിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ എല്ലാവരും പട്ടിണിയും പരവട്ടവുമായിട്ട് കണ്ണീരും കിനാവുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അങ്ങനെയൊന്നും വിഷമിച്ചിരിക്കാൻ നേരെയില്ല. ഞാനത് കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഒരു പടത്തിനൊക്കെ പോയി, അതിന് ശേഷം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയാം, മോളെ ഒരു കാര്യത്തിലേ പേടിയുള്ളൂ, അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അത് നിൻ്റെ തലയിൽ ഇരിക്കുമെന്ന്. നിങ്ങൾ രണ്ടും കൂടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര വഴക്കല്ലായിരുന്നോ? അപ്പോൾ അനാമിക പറയാണ്, പിന്നെ അവൻ എന്ത് ചെയ്യാനാ, അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ല. അവൻ എവിടെയെങ്കിലും പോയി പിണങ്ങി പരവേശപ്പെട്ട് ഇരിക്കുകയായിരിക്കും, കാമുകി ഓടിച്ചു വിട്ടതിൻ്റെ വിഷമം തീർക്കാൻ, അല്ലാതെന്താ എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നെ അത് കഴിയുമ്പോഴേക്കും
പോലീസ് സ്റ്റേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നന്ദുവിനൊരു കോള് വരികയാണ്. അപ്പോൾ നന്ദു കോൾ എടുക്കുമ്പോഴേക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലുള്ള ഒരു പുരുഷൻ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ബോധമൊന്നുമില്ല, അബോധാവസ്ഥയിലാണ് ആളുള്ളത്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, രാത്രി വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ബോധമൊന്നുമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് അയാളാണോ എന്ന് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് ഇതാവും കേട്ടോ. അനിയെക്കുറിച്ചിട്ടുള്ള വിവരമാണെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷവും, പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റി അബോധാവസ്ഥയിലാണ് എന്ന് അറിയുമ്പോഴേക്കും ഭയങ്കര വിഷമവും തോന്നുക. നന്ദു എന്താണെന്നറിയാൻ അവിടുന്ന് അപ്പോഴേ ജീപ്പ് എടുത്ത് ഇറങ്ങുകയാണ്. നേരെ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ICUവിലാണ് കേട്ടോ അനി. അപ്പോഴേക്കും അവർ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിയെ കാണാൻ വേണ്ടി പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ പറയണം അവിടെ നിൽക്ക് എന്ന് പറയാം, ICUവിലല്ലേ. അതുകൊണ്ട് അപ്പോൾ പോലീസുകാർ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പം നന്ദു പറയുമ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്കിപ്പോൾ കാണണം, നീ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുക. അങ്ങനെ നിർബന്ധപൂർവ്വം നന്ദു ICU കയറി കാണുമ്പോൾ നമ്മുടെ അനി തന്നെയാണ് കേട്ടോ ആ കിടക്കുന്നത്. അനി അബോധാവസ്ഥയിലാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നന്ദുവിനങ്ങ് സഹിക്കാമല്ല, നന്ദു കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് നന്ദു വിളിക്കുന്നുണ്ട് കേട്ടോ, ആദർശിനെ നയനെയും വിളിക്കുക. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ആദർശേട്ടാ, അനിയെക്കുറിച്ചിട്ടുള്ള വിവരമൊക്കെ അറിഞ്ഞു. അനി ഇപ്പം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയണം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അവന്? രാത്രിയിൽ മദ്യപിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിച്ച് പോകുന്ന വഴിയുണ്ടായ ആക്സിഡൻ്റാണ്. ആരോ എടുത്ത് ഹോസ്പിറ്റലിലാക്കിയതാണ്. ആൾ അപ്പം തൊട്ട് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് വിവരങ്ങളൊന്നും അറിയാതിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നിട്ട് എങ്ങനെയുണ്ട് അവൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അല്പം ക്രിട്ടിക്കലാണ് എന്ന് പറയാണ് കേട്ടോ നന്ദു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ അവിടെ എത്താമെന്ന് പറയാണ്. അങ്ങനെ ആദർശും നയനയും വരികയാണ്. അതുപോലെ തന്നെ അനന്തപുരിയിൽ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് കേട്ടോ, അനിയെ കണ്ടുകിട്ടി, ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുക. അപ്പോൾ ആദർശം നയനയും പറയുന്നുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട്, ഞാനും വരുവാണ്, എനിക്കെൻ്റെ മോനെ കാണണം, ഞാനും വരുക. അനാമിക മോളെ നീയും വരുന്നില്ലേ, അനിയെ കാണാൻ നീയും വരുന്നില്ലേ എന്ന് ചോദിക്കുക. അനാമിക നാശം പിടിക്കാൻ, ഇനിയിപ്പോൾ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഞാനെങ്ങും വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജാനകി വീണ്ടും ചോദിക്കുമ്പോൾ അനാമിക പറയാം, ഇല്ലമ്മേ ഞാൻ വരുന്നില്ല, ഈ അവസ്ഥയിൽ എനിക്ക് അവനെ കാണാനുള്ള ശക്തിയില്ല. അവൻ്റെ ആ കിടപ്പ് കാണുമ്പം എത്രയൊക്കെയാണെന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല, അവന് ബോധം വീഴട്ടെ എന്നിട്ട് ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയുക. അതേസമയം ജാനകിയും ആദർശും നയനിയും എല്ലാം കൂടി പോവാണ് രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അനി ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ജാനകി പൊട്ടിക്കരയുക. മോനെ എന്ത് പറ്റിയതാ, നിന്നെ ആരാ ഇങ്ങനെയാക്കിയത്, ആരാ ഇത് ചെയ്തതെന്നൊക്കെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ജാനകി പറയുക. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും സംഭവിച്ചതൊന്നും അല്ല, ആരും ഒന്നും ചെയ്തതുമല്ല, ആക്സിഡൻ്റ് ഉണ്ടായതാണ്, അത് രാത്രിയിൽ കുറച്ച് പേര് ഇവിടെ കൊണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. അബോധാവസ്ഥയിലായതുകൊണ്ടാണ് ആളാരാണെന്ന് മനസ്സിലാവാതിരുന്നത് എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്, എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാൻ പറ്റിയല്ലേ, രക്ഷപ്പെടുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഒരു സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെളിയിലിറങ്ങി നിൽക്കുക, എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് രക്ഷപ്പെടാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ വെളിയിലിറങ്ങി ഇന്ന് ജാനകിയൊക്കെ ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയെ കണ്ടു കിട്ടുകയാണ്. അനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതിനുശേഷം കുറച്ചൊരു ക്രിട്ടിക്കലായിട്ടൊക്കെ ഇനി വീട്ടിലേക്കൊക്കെ വരും. നമ്മുടെ അനാമിക വിചാരിച്ചതുപോലെ ആത്മഹത്യയൊന്നും ചെയ്തിട്ടില്ല അനി. അങ്ങനെ വരുന്ന വിശേഷങ്ങളുമായിട്ട്, അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്